അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. നിങ്ങൾ ഇതേപോലെ ഒരു ലൂസർ ആവരുത്. ഇതൊക്കെ ശരിക്കും നല്ല യൂണീക്ക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പക്ഷെ ഇതിന്റെ പേര് ബിഗ് ബോസിൽ നിന്ന് ബിഗ് വേസ്റ്റ് ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബിഗ് ബോസിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനുഷ്യന്മാർ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതായത് മറ്റുള്ളവരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു ആർത്തി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രോഗ്രാംസിന്റെ ഒക്കെ സൈക്കോളജി തന്നെ അതാണ്. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സപ്പോസ് ഒരു വീട്ടിൽ ഭയങ്കര ഫൈറ്റോ ഭയങ്കര ഒച്ചപ്പാടോ ബഹളമൊക്കെ ഉണ്ടാകാന്ന് വിചാരിക്കുക. അപ്പൊ അയൽവക്കത്തുള്ള ആൾക്കാർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തി നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ റോട്ടിൽ എന്തെങ്കിലും അടി ഇവിടെ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് വേറൊരാളുടെ പ്രോബ്ലംസോ വേറൊരാളുടെ ദുഃഖങ്ങളോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത്. എനിക്കോ നിങ്ങൾക്കോ എന്നല്ല, ഒട്ടുമിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയല്ല ചെയ്യുന്നത്, അവർക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. ഇവിടെ കൂടി നിൽക്കുന്ന 99% ആൾക്കാരും ഈ അടി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ 1-2 പേര് ചിലപ്പോൾ ഈ സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഈ അംഗം കാണാൻ വേണ്ടി തന്നെ നിൽക്കുന്നവരാണ്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ചതിയിലൊക്കെ പെട്ടുവെന്ന് വിചാരിക്കാം. അയാളുടെ സ്റ്റോറി കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് തെളിയിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്ന വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസും ഒരുപാട് കമന്റ്സും ഒരുപാട് ഷെയറിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ്. ഇതൊന്നും ശരിക്കും മോശം കാര്യങ്ങളല്ല, ഇത് ശരിക്കും നമ്മുടെ മനുഷ്യന്റെ ബേസിക് ഇൻസ്റ്റിങ് മാത്രമാണ്. അപ്പോൾ മനുഷ്യരുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ വളച്ചൊടിച്ചെടുത്തിട്ട് അതൊരു വേദിയാക്കിയിട്ട് വെച്ചിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചോ, ഞാൻ ക്യാമറയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു 10 ആൾക്കാരുടെ മുമ്പിൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള എൻ്റെ സ്വഭാവമായിരിക്കും എടുക്കുന്നത്. ഞാൻ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും എടുക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ആ രീതിയിലായിരിക്കും നിൽക്കുന്നത്. എൻ്റെ ഒരു കറക്റ്റ് സ്വഭാവമായിരിക്കും ഞാൻ ഇവിടെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അതേ ഒരു സൈക്കോളജി തന്നെയാണ് ബിഗ് ബോസിൻ്റെ അകത്തുള്ളത്. ഞാൻ കുറച്ചാൾ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ടൊരു ഇൻട്രോവേർട്ടാണ്. അതായത് എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയ സംസാരമൊക്കെ സംസാരിക്കുമെങ്കിലും പുറത്തൊരാളുടെ അടുത്ത് എനിക്ക് മിണ്ടാൻ ശരിക്കും പറഞ്ഞാൽ മടിയാണ്. എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മടി പോലെ എനിക്ക് തോന്നിക്കാറുണ്ട്. അത് എൻ്റെ ഒരു സ്വഭാവമാണത്. ഇപ്പൊ സ്കൂളിന് ശേഷം കോളേജിൽ ഞാൻ ആന്ധ്രയിലാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചത്. അവിടെ 4 പേരുണ്ടായിരുന്നു. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ അധികം ആൾക്കാരുടെ അടുത്ത് മിണ്ടാനൊന്നും പോയില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തനി സ്വഭാവം, എൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വഭാവം പുറത്തേക്ക് വന്നു. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ട് നിന്ന ഒരു ഗെയിമാണ് PUBG എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് റൂമിൽ വന്നിട്ട് രാത്രി ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെയാണ്. നേരെ മറിച്ച് ഞാനാണെങ്കിൽ ഉറക്കത്തിന്റെ ആളാണ്, ഞാൻ ഈ പാക ഗെയിംസ് ഒന്നും കളിക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു പേരും പറഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ വീട്ടിലത്തെ എൻ്റെ ഒരു ക്യാരക്ടർ തന്നെ ഞാൻ അവരിലേക്ക് എടുത്തു. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തുടക്കത്തിലൊക്കെ ഭയങ്കര മാന്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ കുറച്ച് നാൾ ഈ സംഭവത്തിനോട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ തനി സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് വരും. അത് ശരിക്കും എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനോടൊപ്പം ചെറിയ രീതിയിലുള്ള സ്ക്രിപ്റ്റിങ്ങും അത്യാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരെ കൂടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനിടയ്ക്ക് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ സംഭവത്തിനെ എലിവേറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കാണാനും അവിടെയുള്ള അടിപിടികൾ കാണാനൊക്കെ ശരിക്കും നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സംഭവം ലൈവായിട്ട് TV-യിൽ അല്ലെങ്കിൽ ഫോണിലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സൗകര്യമായി. അപ്പൊ അതാണ് ബിഗ് ബോസിന്റെയും ഇങ്ങനെയുള്ള പരിപാടികളുടെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മനുഷ്യർക്ക് മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം എന്നുള്ള ഒരു കാര്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു സംഭവം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ പല്ല് കഴിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യൂസും ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഒരാളുടെ പേഴ്സണൽ ലൈഫ് മറ്റൊരാൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് CCTV ഫുട്ടേജസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് എന്തെങ്കിലും തെഫ്റ്റ് നടക്കുന്നതോ കള്ളന്മാരുടെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ പോകുന്നതോ കാർ ആക്സിഡൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നത്, ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് ശരിക്കും നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ് മാത്രമാണ്. അപ്പൊ നമ്മൾ മനുഷ്യരുടെ ഈ ബേസിക് ഇൻസ്റ്റിങ്ങിനെ എങ്ങനെയെങ്കിലും ഒന്ന് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വേദിയാക്കി കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും രക്ഷപ്പെട്ടു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത്.
ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഒരുപാട് പേര് ഈ പ്രോഗ്രാമിങ്ങിനെ വച്ചുകൊണ്ടിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സന്തോഷമാണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നാണ് ഞാൻ മിക്കപ്പോഴും ആലോചിക്കാറ്. കാരണം കുറച്ച് ആൾക്കാർ സ്ക്രീനിലൂടെ ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കണ്ടത് കുറെ ആൾക്കാർ അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇതിന്റെ ലോജിക്ക് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. എന്നിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാനോ ചോദിക്കാനോ പോയി കഴിഞ്ഞാൽ അവർ ഒരു സാധനം ഇങ്ങോട്ട് എടുത്തരും. ഇറ്റ്സ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് ഒൺലി. അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാങ്കും ശരിക്കും പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലേ? ചിലപ്പോൾ നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ നിൽക്കുന്ന ഒരാളുടെ മേത്തേക്കായിരിക്കും ഈ പ്രാങ്ക് ആയിട്ട് ഇവന്മാർ വരുന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു ലോജിക്കും തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എപ്പോഴും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് സമയം നമ്മൾ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയം മാക്സിമം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അറിയാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മറ്റുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്തൊരു സംഭവമാണിത്. എനിക്ക് ഇതിനെപ്പറ്റി ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യണമെന്നുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് 1-2 പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബിഗ് ബാങ്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസ് കാണരുതെന്ന്, അങ്ങനെ എന്തോ ഒരു രീതിയിലുള്ള 1-2 രസകരമായിട്ടുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ബേസിക് മൈൻഡിനെ അല്ലെങ്കിൽ ബേസിക് ഇൻസ്റ്റിങ്ങിനെ ശരിക്കും അരച്ച് കലക്കി എടുത്തിട്ട് അതിന്റെ ചാറിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസും അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ഒന്നല്ല, പണ്ട് മുതലേ ഉള്ള പ്രോഗ്രാംസ് ആണ് ഈ ബിഗ് ബോസ് പോലത്തെ പ്രോഗ്രാംസ്. അതായത് ഒരുപാട് പേരെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു റൂമിൽ ഇടുകയും അവരിങ്ങനെ സർവൈലൻസിൽ ഒരു ക്യാമറ നിരീക്ഷണത്തിലൊക്കെ നിർത്തിയിട്ട് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് എല്ലാവരും കാണിക്കുന്ന ആ സംഭവമൊക്കെ ശരിക്കും പണ്ട് പോലെ ഉള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ബിഗ് ബോസ് എന്നുള്ള സംഭവം അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പുറത്ത് കൊണ്ടുവരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് വന്നൊരു കൺസെപ്റ്റാണ്. മൊത്തം ഒരു കോപ്പി പേസ്റ്റ് പരിപാടിയാണല്ലോ. അപ്പോൾ വിദേശത്തു നിന്ന് വന്നൊരു കൺസെപ്റ്റാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ശരിക്കും അത് ബോളിവുഡിലായിരുന്നു, അത് പയ്യെ കേരളത്തിലേക്ക് പോകും. ഇപ്പൊ വെക്കേഷൻ സമയമാണ്, അത് ഓർത്തിട്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ സമയം വെറുതെ കളയാണ്ട് അപ്പൊ നിങ്ങളുടെ സമയം ഓരോരുത്തരും വൈസായിട്ട് ചെലവാക്കുക. നിങ്ങളുടെ സ്വന്തം ബോസ് ആവുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ പറ്റി തോന്നിയ ഒരു കാര്യങ്ങളാണ്. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് വേറൊരാൾക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.